മൂന്നാം പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടത്. നേരെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 16-ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് കോടതി മാറ്റിയത്. കോടതി നടപടിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പം രാഹുൽ മാങ്കൂട്ടമാണ് വിഷയം. കുറച്ചു നാളായിട്ട് രാഹുൽ മാങ്കൂട്ടമാണ്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തീരുന്നിടം വരെ ഇത് തന്നെയായിരിക്കും വിഷയം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ചീമൊട്ട എറിഞ്ഞാണ് വരവേറ്റത്. അപ്പൊ ചീമൊട്ട എറിയാൻ മാത്രം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് നിയമത്തിന്റെ വശം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാർ, അല്ലാതെ പിണറായി വിജയൻ ആയിട്ട് ഇത് വേണ്ടുന്ന സമയത്ത് തിരിച്ചടിച്ചു എന്ന് മാത്രമേ പറയാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് പല തവണ നമ്മുടെ മന്ത്രിയെ എടുത്തിട്ട് വാരി അലക്കി ഉടുത്തിട്ടുണ്ട്. ചെറ്റ എന്ന് വരെയൊക്കെ ഉപയോഗിച്ച് വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെയുള്ള പദപ്രയോഗങ്ങൾ പല സമയത്തായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കുറെ അധികം കാര്യങ്ങൾ പറയാനുള്ള ചോദിച്ചെങ്കിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വാലിഡ് ആണോ അത് ഇൻവാലിഡ് ആണോ എന്നുള്ള കാര്യം വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇരയു എന്ന് അറിയപ്പെടുന്ന പരാതിക്കാരിയുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ എന്താണ് ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ്, പോലീസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, ഇതിലൊക്കെ സത്യസന്ധതയുണ്ടോ, എന്തിനു വേണ്ടിയാണ് അങ്ങേയറ്റം തൊട്ട് കേരളത്തിന് ഇങ്ങേയറ്റം വരെ ഇയാളെ കൊണ്ട് നടത്തി ഇങ്ങനെ അപമാനിക്കുന്നത് എന്നുള്ള തുടങ്ങി കുറെ അധികം കാര്യങ്ങളാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, പിന്നെ എന്താണ് ഹൈപ്പും കൂടെ ഒന്ന് കൊടുക്കുക. അപ്പൊ നമുക്കിപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാവിലെ 5:30 വെളുപ്പിനെ 5:30 തന്നെ പോലീസുകാർ എല്ലാ മീഡിയസിനെയും വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് കോടതിയിലോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ തെളിവെടുപ്പുണ്ട് എന്നൊക്കെ അറിയിച്ചതിന് ശേഷം എല്ലാ മീഡിയസും വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്ന് തിരുവല്ല ഹോട്ടലിൽ കൊണ്ടുവന്നു. അപ്പൊ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് ചീമൊട്ടയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകര്, SFI അങ്ങനെയുള്ള കുറെ അനുനായികൾ എല്ലാം കൂടെ വന്നിട്ട് ചീമൊട്ട എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫുൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് മുകളിൽ നിന്നുള്ള ഓർഡർ ആണെന്നാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ചെയ്ത ഒരു കാര്യം ഒട്ടും ഞാൻ യോജിക്കുന്നില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട് നീളെ നടന്ന് പെണ്ണ് പിടിക്കുക എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അയാൾ ഒരു ചെറുപ്പക്കാരാണ്, 10-35 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ശരി, ഓക്കെ. പക്ഷെ ഒരു കേസക്കാരാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. ഇത് 1 2 3 കേസുകളൊക്കെ വരുമ്പോൾ അത് മോശമാണ്. പിന്നെ നമുക്ക് ഒന്നാമത്തെ കേസ് ബലാത്സംഗ കേസായിട്ട് നിലനിൽക്കത്തില്ല, കോടതി തന്നെ തള്ളി തന്നെ. രണ്ടാമത്തെ കേസിലാണെങ്കിൽ കോടതിക്ക് ഇപ്പോഴും സംശയമാണ് ആ കേസിൽ. അപ്പൊ മൂന്നാമത്തെ കേസാണ് ഇമെയിൽ വഴിയാണ്, വിദേശത്ത് നിന്ന് ഇമെയിൽ വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇമെയിൽ വഴി വന്നിട്ടുണ്ടെങ്കിലും BNS 173(1)(2) പ്രകാരം കേസിന് FIR ഇടാം. FIR ഇട്ടാൽ പിന്നെ അതിന്റെ അടുത്ത ദിവസം ഈ ഇര ആരാണോ അവരെ വിളിച്ച് മൊഴി എടുത്തതിന് ശേഷം അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അത് ഇവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ഈ ഇരയുടെ മെഡിക്കൽ എടുക്കണമെന്നുള്ള ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയി മെഡിക്കൽ എടുക്കണം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഇവിടെ നടന്നിട്ടില്ല. അപ്പം ഒന്നാമത്തെ കേസ് തള്ളിപ്പോയിരിക്കുന്നു, രണ്ടാമത്തെ കേസ് സംശയപരമായിട്ട് നിൽക്കുന്നു, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതുപോലെ നിയമത്തിന്റെ വശങ്ങളിലോട്ട് ശരിയായ രീതിയിലല്ല നടപടി എടുത്തിരിക്കുന്നത്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇയാളെ ഇങ്ങനെ കൊണ്ടു നടന്ന് ആന നെറ്റിപ്പട്ടം ഉത്സവത്തിന് കെട്ടിച്ചു നിർത്തുന്ന പോലെ ഇങ്ങനെ എന്തിനാണ് ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് അങ്ങരുത് വരെ അപമാനിക്കുന്നത്? ഒറ്റ ലക്ഷ്യമുള്ളൂ, നിയമസഭ ഇലക്ഷന് കോൺഗ്രസിനെ അടിച്ചമർത്തുക, പകരം ഇയാളുടെ ഇമേജ് തകർക്കുക എന്നുള്ളത്. അപ്പം ഇയാൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഭയകക്ഷി സമ്മതം മൂലം പരസ്പരം 1 2 3 4 100 വ്യക്തികളോട് ഇയാള് റിലേഷൻഷിപ്പിൽ ആയിരിക്കാം. അത് പിന്നീട് രണ്ടുപേരും ഇരുകൂട്ടരും ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ആരുടെയൊക്കെ കാശ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിന്റെയൊക്കെയോ ആവശ്യത്തിന്റെ പേരിൽ, അതായത് ഒരു കുടുംബവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അതായത് ഒരു ഭർത്താവ് ഇരിക്കെയുള്ള സ്ത്രീയാണ് ഇങ്ങനെ പോയിട്ട്. അപ്പം വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒട്ടും അറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഇയാൾ പറയുന്നിടത്ത് പോയി മുറി എടുക്കാനും അതിന് ഇയാൾ പറഞ്ഞനുസരിച്ച് ചെയ്തു കൊടുക്കാനും ചെയ്ത ഈ പെൺകുട്ടികളോടാണ് എനിക്ക് ഒരു ഈർച്ച എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇയാൾ ഒരാണ് വിളിക്കുന്ന ഉടനെ എനിക്ക് കുടുംബ പ്രശ്നമുണ്ട്, നമുക്കൊരു മുറി എടുത്ത് അത് തീർക്കാമെന്ന് പറയുന്ന ഉടനെ ചാടിക്കേറി എന്നാ ശരി സാറേ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ശരി രാഹുലേട്ട എന്ന് പറഞ്ഞ് പോകുന്ന സ്ത്രീകളുടെ നിലപാട് അത് എത്തരം തരത്തിലുള്ള സ്ത്രീകളാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കേസായിട്ട് വരും. കാരണം ഇവിടെ ചോദ്യം ചെയ്യുന്നവനെ വായടപ്പിക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോഴത്തേക്ക് അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇവരെതിരാണ് അതിജീവിതം എന്നൊക്കെ പറയുന്നത്. ഇവിടെ ശരിക്കും നടന്നിരിക്കുന്ന അവിഹിത ബന്ധമാണ്. അപ്പൊ അവിഹിത ബന്ധം പരസ്പര സമ്മതത്തോടെയാണ്. അപ്പം ഇള്ള കുപ്പി പാൽക്കുപ്പി പിള്ളേരൊന്നും അല്ല ഈ ഇര അല്ലെങ്കിൽ പരാതിക്കാരി എന്ന് പറയുന്നവർ. അവർക്കൊരു 10-31 വയസ്സുണ്ട്, ഏകദേശം എന്റെ ഒരു പ്രായം അവർക്കുണ്ട്. അപ്പം അവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം. പോരാത്തിന് അവർ വിവാഹിതയാണ്.
ഈ വന്ന എല്ലാ പാറ്റേണിലുള്ളവർക്കും സെയിം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്ര നാളും ഈ വന്ന എല്ലാ കേസുകളും 2-3 വർഷം അല്ലെങ്കിൽ 5 വർഷക്കാലോളം മൂടി വെച്ചതിന് ശേഷം മാത്രമാണ് പിന്നീടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുടുംബ പ്രശ്നം രാഹുലാണോ നിങ്ങളുടെ കല്യാണം നടത്തുന്നത്? അല്ല. രാഹുൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളുടെ കല്യാണ ചടങ്ങിന് പങ്കെടുത്തിട്ടുണ്ടോ? ഈ പെൺകുട്ടികളുടെ എല്ലാവരുടെയും കാര്യത്തിലാണ്. പെൺകുട്ടികളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു രാഹുലിനെ കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു MLA കൊണ്ടല്ല അത് പരിഹരിക്കേണ്ടത്. നിങ്ങളുടെ കല്യാണത്തിന് ഇടനിലക്കാർ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പള്ളിക്കാരായിരിക്കാം, അമ്പലത്തിലുള്ള ആൾക്കാരായിരിക്കാം, അങ്ങനെ സമുദായപരമായിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പിന്നെ നിങ്ങളുടെ ബന്ധുവും മിത്രാദികളായിരിക്കാം നിങ്ങളുടെ ഈ കല്യാണത്തിന് മുഖ്യ കാർമ്മിത്യം വഹിച്ചിരുന്നത്. ആദ്യമായിട്ട് ഈ പെൺകുട്ടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമേ ലീഗലി മൂവ് ചെയ്തതിന് മുമ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊളിറ്റിക്സ് പാർട്ടീസിനെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് അവതരിപ്പിക്കേണ്ടത്. വീട്ടിൽ അവതരിപ്പിച്ചതിന് ശേഷം അത് നിങ്ങൾ ഏത് സമുദായത്തിൽ നിന്നാണോ ഈ ചടങ്ങ് നടത്തിയത് അവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഏത് സമുദായത്തിലാണോ സമുദായത്തിൽ അറിയിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അല്ലാണ്ട് ഈ പൊളിറ്റിക്സ് ആയിട്ട് നിൽക്കുന്നവരെ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരു സോഷ്യൽ മീഡിയ വരുമ്പോൾ ആടാ ബെസ്റ്റ് ആയിട്ട് കണ്ടു അതേടാ ഇതാടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിന്നീട് അത് മുതലെടുത്തിട്ട് നിങ്ങളുടെ ഇമോഷണലെ മുതലെടുത്തിട്ട് നിൽക്കുന്ന നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഇട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഇതുപോലെ വന്നിട്ടിരുന്ന അയ്യോ എന്നെ പീഡിപ്പിച്ചേ അത് പീഡിപ്പിച്ചേ ഇത് പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഏതൊരാളും ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അവരുടെ ഒരു വാക്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോട്ടത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. പെണ്ണുങ്ങൾക്കുള്ള ഒരു കഴിവാണത്. എന്നിട്ട് നിങ്ങൾ അതിനെല്ലാം ഒപ്പിച്ചൊപ്പിച്ച് മറുപടി പറഞ്ഞ് അതിനൊപ്പിച്ച് വർത്തമാനം പറഞ്ഞ് അതിനൊപ്പിച്ച് അതിനൊരു സിറ്റുവേഷൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇങ്ങനെ നമ്മൾ മീന് തീറ്റിട്ട് കൊടുക്കത്തില്ല മീൻ പിടിക്കാൻ വേണ്ടി, അങ്ങനെ ഓരോ സംഭവം ഇട്ട് കൊടുത്തിട്ട് പിന്നീട് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുള്ളിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? അതുകൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇയാൾ കാണിച്ചത് മഹാപോക്രിത്തരമാണെന്ന് അതിനകത്ത് ഒരു കുറ്റവും ഇല്ല. അയാൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഇയാൾ കാണിക്കാൻ പാടില്ലാത്ത തോന്നിവാസമാണ് കാണിച്ചിരുന്നത്. പക്ഷെ ഇത് ഒരിക്കലും ബലാത്സംഗമല്ല. ഇത് കക്ഷി സമ്മതപ്രകാരം ഇത് ഓരോ സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഓരോ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുപോലെ ഇത് മുതലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിലോട്ട് ഇതിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ഇത് പക്ഷെ ഇപ്പം എന്താണ് CPM-കാരാണ് ഇത് മുതലെടുക്കുന്നത്. അവർക്ക് ഒരു ബെനിഫിറ്റ് ആണ്. എങ്ങനെ ഇത് വളച്ചൊടിച്ച് അടുത്ത നിയമസഭാ ഇലക്ഷന് അവർക്ക് ഒരു വളമാക്കാമെന്നാണ് പിണറായി സർക്കാർ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇയാൾ ഇത് കറക്റ്റ് ടൈമിൽ ഇത് ചാടിക്കൊടുത്തത്. അതുകൊണ്ട് ഇതിപ്പം അണ്ടിപോലെ അണ്ണാനെ പോലെ എന്താണ് കോൺഗ്രസ് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അത്ര ഒരു കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഇന്നലെ വന്ന വാർത്തയുടെ ചെറിയൊരു ക്ലിപ്സും ഭാഗം കേട്ടു നോക്കാം. വലിയ പ്രതിഷേധമുണ്ട്. CK അബിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബിലാൽ, തിരച്ചിറങ്ങിയപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ ചിരിയിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയാണ്. ബാക്കി നടപടികൾ എങ്ങനെയായിരിക്കും? പ്രതിയുമായി അന്വേഷണ സംഘം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും പ്രതിഷേധക്കാർ ഓടിയെത്തിയിരുന്നു. ഡിവൈഎഫ് ഇനിയൊരു കാര്യമുണ്ട്, ഇതൊക്കെ വരുത്തി വെച്ചതാരാണ്? രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഇത് വരുത്തി വെച്ചത്. അപ്പം അതില് ഇയാൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോ എന്റെ സ്ഥാനം ഇന്നതാണ്, ഞാൻ ഇന്ന പോലെയൊക്കെ പ്രതികരിക്കാറുണ്ട് എന്നുള്ള ഒരു ബോധം രാഹുൽ മാങ്കൂട്ടത്തിന് വേണമായിരുന്നു. അതൊക്കെ മറന്നിട്ട് ഇതുപോലെ ഒരു ഭ്രാന്തമായ ഒരു വികാരത്തിന്റെ പുറകിൽ പോകരുതായിരുന്നു. 1ഉം 2ഉമല്ല, ഇത് ഒരുപാട് കേസുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താൻ എന്താണ്, താൻ ഏത് നിലയിലാണ് നിൽക്കുന്നത് എന്ന്, അല്ലെങ്കിൽ താൻ ഏത് നിലയിലോട്ട് പോകേണ്ട വ്യക്തിയാണ്, താൻ എന്താണ് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടിഞ്ഞാണ്ടിടണമെന്ന്. അഥവാ ഇയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണമെന്ന് ആദ്യമായിട്ട് പോയി ഒരു പെണ്ണ് കെട്ടണമായിരുന്നു. അപ്പൊ ഇതൊക്കെ അവനവൻ തന്നെ വരുത്തി വെച്ചതാണ്. ഇത് AI ജനറേറ്റർ ആണെന്നും പറയാൻ പറ്റത്തില്ല. പോരാത്തിന് ഇങ്ങനെ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഇത് എന്താണേലും മുതലെടുക്കുന്നത്, അതായത് പാർട്ടിക്കാർ മുതലെടുക്കുവാണെങ്കിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പിണറായി സർക്കാർ ഇതിന് മുതലെടുക്കുവാണെങ്കിൽ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതുമല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നതാണ് നമ്മുടെ ഗണേഷ് കുമാർ. അപ്പൊ ഗണേഷ് കുമാർ ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ടപ്പോ ഒരു ഉളുപ്പില്ല ചെങ്ങായി നിങ്ങൾക്ക്. മുകേഷ് ഒക്കെ ആണെങ്കിൽ 2 പീഡന കേസാണ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് CPM അതിന്റെ കഴിവ്. പക്ഷെ അത് കോൺഗ്രസിനില്ല. അതാണ് ഇവിടെ പറ്റിപ്പോയത്. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പം CPM അവർക്കറിയാം, അത് അവർക്ക് തീവ്രത അളക്കാനുള്ള മെഷീനൊക്കെ അവരുണ്ട്. അപ്പൊ അവര് തീവ്രത നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പരിപാടിക്ക് അത്ര തീവ്രത ഉണ്ടെന്നൊക്കെ നോക്കും. പക്ഷെ അത് കോൺഗ്രസിനില്ല. അതാണ് പറ്റിപ്പോയത്. അപ്പൊ എന്താണെങ്കിലും എവിടെ എറിയണം എങ്ങനെ കളിക്കണം എന്ന് പിണറായിക്ക് അറിയാവുന്നത് കൊണ്ട് സീസൺ 3 പിണറായി സർക്കാർ തന്നെ കയറുമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.